വാമേ. ഒന്ന് നിൽക്ക, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. അയ്യോ, ചേട്ടൻ ചോറ് കഴിച്ച് പോയില്ലേ അമ്മച്ചി? അയ്യോ എന്റെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. നീയാണോടാ കുത്തിയത്? നീ അവിടെ തന്നെ ഉണ്ടാവണം, കേട്ടോടാ. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി വന്നിട്ടാവും പോയത്. എൻ്റെ കാല് ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ പിടിച്ചേനെ സാറേ. ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലേ? ആ, എഴുതി സാർ. ഇവനെ വിടല്ലേ. RTO വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കമ്പിത്താഴം വരെ ഒന്ന് പോണം. ചേച്ചി കടപൂട്ടാണോ ഞാനൊരു ചായ കുടിക്കാൻ വന്നു? ആഹാ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? നമ്മുടെ അരികരന് ആന ചവിട്ടിന്ന് അയ്യപ്പള്ളി വെച്ച കണ്ടാ സഹിക്കില്ല, വല്ലാത്തൊരു കിടപ്പ്. മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്ര. അവനോട് പറയണ്ടേ കാവ്യയുടെ കാര്യം? ആയിരിക്കുന്നവനോട് എങ്ങനെയാടാ പറയാ? അവന്റെ കാവ്യ അവനെ വിട്ടു പോയെന്ന് അതും കൂടി കേട്ടാലോ അവൻ. സാറേ, എന്തായാലും ഞാൻ പെട്ട്. നമ്മളൊരു കണക്ക് ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ടാണ് പോയാ പോരെ? അതിനെന്താടാ, തീർക്കാം.
ദീപേ അടുത്തോടെ ഞാൻ വെക്കും കേട്ടാടി. അല്ല നിന്നെ ഇന്നലെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്തായടി? ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടാടി. എന്തായി? ചെക്കന് വല്ല കുവങ്ങളും ഉണ്ടാടി? അതൊന്നുമല്ലേ ചേച്ചി, ചെക്കന് എന്റെ അത്രയും പക്വത ഒന്നും ഇല്ലാന്നേ. ചെക്കനങ്ങനെ പക്കത ഉണ്ടാടി. നീക്ക് 10-40 വയസ്സായി. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ പട്ടാളക്കാരന്റെ മോളെ കൊന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് നമ്മുടെ വീട്ടുകാരൻ ചായക്കടയിൽ പോയിച്ചു വന്നപ്പോ പറഞ്ഞതാ. രണ്ട് പേരെ കൊന്നിട്ട് എടാ മോനെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിച്ച നല്ല അസല ഇടി ഞാൻ ഇടിക്കും. സത്യം പറ, എന്താ ഉണ്ടായത്? പറ, എന്താണ് ഉണ്ടായത്? സാറേ, ഞാൻ സാറ് വിളിട്ട് കൊന്നാലും ശരി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കൊച്ചാപ്പനെ കുത്തിയത് ഞാനാണ്. പക്ഷെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാനവിടെ പോയിന്നുള്ള സത്യമാണ്. സാർ, ആ പെങ്കൊച്ചിനെ കൊന്നത് അവനല്ലല്ലോ സുധാകര. പിന്നെ സജി, നീ ഇവിടെ ഒന്നും ഇരിക്കുകയാണോ? വാ വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. എടാ, അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു. വാടാ വീട്ടിലേക്ക് പോ. നീ കരയാണോടാ? എന്ത് പറ്റിയടാ? നീ കരയല്ലടാ. എനിക്കൊരു കാര്യം പറയണ്ട അച്ഛനെ. എന്റെ കാവ്യ അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. ഇത് വിളിച്ചതല്ല അച്ഛനെ. പിന്നെ കോലത്തിൽ നിന്നെ എൻ്റെ അമ്മ എങ്ങനെ കണ്ടാൽ നിന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടിച്ചേർന്നേക്കാന്ന് പറയും. അയ്യടാ, എന്നെ മാന്യമായി കല്യാണം കഴിച്ചാൽ മതി. അല്ല, നീ എപ്പോ വന്നു? ഞാനോ? നീ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയില്ലേ? അപ്പൊ വന്നതാ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്ന നീ കണ്ടാ? ഞാൻ കണ്ട്. അയ്യേ, എടി പോത്തെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ നീ എന്നെ പറ്റിച്ചതല്ലേ? ആ, പിന്നേടി നിന്റെ ഒരു കാവ്യ